ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയ്ക്ക കറിയായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശേഷം എണ്ണ ഒഴിച്ച് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും കേട്ടോ. വെറുതെ പറയുന്നതല്ല. നിങ്ങളതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം കുറച്ച് മസാലപ്പൊടികളാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഒന്ന് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ കറിക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പഴുത്തൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. വല്ലാതെ വെന്ത് കിട്ടുമൊന്നും വേണ്ട തക്കാളി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ മുരിങ്ങയ്ക്കയും അതുപോലെ തക്കാളിയും പിന്നെ മസാലപ്പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതിലോട്ട് ലേശം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ചുടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വല്ലാണ്ട് ഉടഞ്ഞു പോകാതെ തന്നെ ഒരു കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മൾ അരപ്പ് പാരാം കേട്ടോ. അരപ്പിൽ ഞാൻ വലിയ ജീരകവും 2 ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളവന്നാൽ നമുക്ക് ഫ്ലെയിം ആണ്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുരിങ്ങക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇനി അത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് താളിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ 2-3 ചെറിയുള്ളി കട്ട് ചെയ്ത് അതിലോട്ട് 2 കറിവേപ്പിലൊക്കെ ഇട്ട് പിന്നെ വറ്റൽമുളകും കൂടെ ഇട്ടിട്ടാണ് താളിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. പരിപ്പൊക്കെ വെച്ചിട്ടാണ് ചിലരൊക്കെ മുരിങ്ങയ്ക്ക വെക്കുക. അപ്പോൾ പരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ വെക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും ഫീഡ്ബാക്കായി അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.